നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ. നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിയെ നമ്മുടെ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഒന്ന് ചൊറിയാൻ നോക്കി. മന്ത്രി ആ സ്പോട്ടിൽ തന്നെ അതിനുള്ള മറുപടി പുള്ളിക്കാരന് കൊടുത്ത് അത് സന്തോഷപൂർവ്വം കൈപ്പറ്റിയിട്ടുണ്ട്. എനിക്ക് അദ്ദേഹം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അല്ല, കേന്ദ്രമന്ത്രിയാണല്ലോ. അയാൾക്ക് സംസ്ഥാനത്തിന്റെ ആളിനെ പറ്റി പറയാൻ അധികാരമില്ലല്ലോ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പറ്റി അയാൾ പറഞ്ഞിട്ടുണ്ട്. മുൻപ് പറയുന്ന പോലെ അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനും വേണ്ടി മാത്രം. കലിങ്കിസമാണ് പുതിയ സിദ്ധാന്തം. കേന്ദ്രമന്ത്രി ഇരുത്തുന്ന ദിവസമായാലും ഈ നാട്ടിന് വേണ്ടി എന്തോന്ന് ചെയ്ത് പാവങ്ങൾ അപേക്ഷ കൊണ്ട് എന്താ അടിച്ചു ഓടിക്കുക. നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പലപ്പോഴും മറന്നു പോകുന്ന കാര്യം എന്താണെന്നറിയോ? BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ആരോഗ്യം, സാമ്പത്തികം, ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസം, നിലവാര സൂചിക 10-ന് താഴെ എന്നുള്ള കാര്യം നമ്മുടെ കേന്ദ്രമന്ത്രി പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അതൊന്ന് ഓർക്കണം വല്ലപ്പോഴെങ്കിലും. നിങ്ങളെ കൊണ്ട് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിനൊരു മാറ്റം കൊണ്ടുവരാനൊന്നും കഴിയില്ല. അതിന് സ്കൂളുകളിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. ആദ്യം അതിനൊരു തീരുമാനം ഉണ്ടാക്കുക. പിന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തലയെടുപ്പോടെ മുന്നിൽ തന്നെയാണ് നമ്മുടെ കേരളം. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പമുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറയാൻ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി താങ്കൾ യോഗ്യനല്ല സാർ.